ഓം അഗതീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. എന്തുകൊണ്ടാണ് ഫടന്ത മന്ത്രങ്ങള് ദീക്ഷയില്ലാതെയും ഉപദേശമില്ലാതെയും ജപിക്കരുതെന്ന് പറയുന്നത്? ഫടന്ത മന്ത്രങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫടന്ത മന്ത്രം എന്ന് പറഞ്ഞാൽ ഫട്ട് എന്ന ബീജത്തിൽ അവസാനിക്കുന്ന മന്ത്രമാണ് ഫടന്ത മന്ത്രം. ഫട്ട് ബീജം, ഫട്ട്, ഹും ഫട്ട് എന്ന് ഉള്ള മന്ത്രമാണ് ഫടന്ത മന്ത്രം. അപ്പൊ മന്ത്രം എത്ര ടൈപ്പ് ഉണ്ടെന്ന് വെച്ചാൽ, മന്ത്രം അവസാനിക്കുന്ന അന്ത്യാക്ഷരങ്ങളെ കൊണ്ട്, അവസാനിക്കുന്ന ലാസ്റ്റ് വരുന്ന അക്ഷരങ്ങളെ കൊണ്ട് 3 ടൈപ്പായിട്ട് പറയും. ഒന്ന് ഫഡ് അവസാനിക്കുന്ന മന്ത്രം, 2 സ്വാഹ മന്ത്രം, 3 നമ മന്ത്രം. ഇത് കോമൺ ആണ് കേട്ടോ, 3 തരങ്ങള്. ഇതല്ലാതെയും ഉണ്ട്, ഉപ മന്ത്രങ്ങള് തന്ത്ര ശാസ്ത്രത്തിലുണ്ട്. ഇത് പ്രധാനം. അപ്പോ ഹ്രീം ഹൂം ഫട്ട് എന്നൊരു മന്ത്രം പറഞ്ഞാൽ അത് ഫഡ് അന്ധമന്ത്രമാണ്. എന്നാൽ ഹ്രീം സ്വാഹ എന്ന് പറഞ്ഞാൽ അത് സ്വാഹ മന്ത്രമാണ്. ഹ്രീം നമ ഇത് നമ മന്ത്രമാണ്. നമാന്തം, സ്വാഹാന്തം, ഫടാന്തം എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത, ഇത് പും അഥവാ പുരുഷ മന്ത്രമാണ്. ഇത് സ്ത്രീ മന്ത്രമാണ്. ഇത് നപുംസ മന്ത്രമാണ്. പുരുഷൻ, സ്ത്രീ, നപുംസകം. കലയിൽ ഈ മന്ത്രം ശരിക്കും പഠിക്കുമ്പോൾ ശരം അറിഞ്ഞേ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഇതറിയാതെ ജപിച്ചാൽ പോലും ശരം കറക്റ്റ് ആക്കാനുള്ള വിദ്യകൾ ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ വരുന്നുണ്ട്. അപ്പോ ഒരു മന്ത്രം നമ്മൾ ജപിക്കുന്ന സമയത്ത് ഇട, പിംഗല, ഇടാനാടിയുടെ ഊർജത്തെ എടുത്ത് പ്രവർത്തിക്കുന്ന മന്ത്രമാണ് സ്വാഹാന്തം. പിംഗള നാടിയുടെ ഊർജത്തെ എടുത്ത് പ്രവർത്തിക്കുന്നതാണ് ഫടന്തം. അഗ്നികല, ഇവിടെ ചേർന്ന അഗ്നികല, ഇടയും പിങ്കളയും ഏത് നാടി ആയാലും കുഴപ്പമില്ല, തുല്യ ശക്തികളെ എടുത്ത് പ്രവർത്തിക്കും നപുംസക മന്ത്രം. അപ്പൊ നപുംസക മന്ത്രം ജപിച്ചാല് വലിയ പ്രശ്നമില്ല. അഗ്നികലയിലാണ് ഇരിക്കുന്ന. എന്നാൽ അതിനും ചില ആചാരങ്ങൾ ആവശ്യമുണ്ട്. ഫടന്ത മന്ത്രങ്ങളുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഫഡ് കൂട്ടി ജപിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ശക്തി സൂര്യകലയിലെ ശക്തിയാണ്, കലാശക്തിയാണ്. അതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ സൂര്യകലയിലെ ഈ ശക്തി തൊടുക്കാനായിട്ട് കൂടുതൽ ഉപയോഗിക്കും. തൊടുക്കാൻ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഒരാളിലേക്ക് ഒരു ശക്തിയെ സന്നിവേശിപ്പിക്കാനായിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. തൊടുക്കാൻ ഉപയോഗിക്കുന്നത് എന്ന് പറയും. സ്വാഹ എന്ന് പറഞ്ഞാൽ എടുക്കാൻ ഉപയോഗിക്കുന്നു, എന്തെങ്കിലും ആകർഷിക്കാനോ നമ്മളിലേക്ക് എന്തെങ്കിലും എത്തിപ്പെടാനോ ഒക്കെ. അതുകൊണ്ടാണ് ശുഭകർമ്മങ്ങൾക്കൊക്കെ, പല ഹോമങ്ങൾക്ക്, ഹവനങ്ങൾക്ക് എല്ലാം സ്വാഹാന്ത മന്ത്രം ഉപയോഗിക്കുന്നത്. നമ എന്ന് പറയുന്നത് രണ്ടിനും ഉപയോഗിക്കാം. നമമുള്ള മന്ത്രം വെച്ചിട്ട് നമുക്ക് പല കർമ്മങ്ങളും ചെയ്യാം, കൂടുതലായിട്ട് അതിനെ കുറിച്ച് അറിയാമെങ്കിൽ. അപ്പൊ ഫടന്ത മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അടുത്തുനിന്ന് ശക്തി പോവുകയാണ് ചെയ്യുന്നത്, ഒന്നിലേക്ക് തൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ചുമ്മാ ജപിച്ചു കഴിഞ്ഞാൽ നമ്മളിലുള്ള ആ എനർജി, കോസ്മിക് എനർജി, വൈബ്രേഷണൽ എനർജി നമ്മളിൽ നിന്ന് നഷ്ടാവുകയും ചെയ്യും. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ വല്ല യൂട്യൂബിലൊക്കെ കണ്ട് ഈ ഫടന്ത മന്ത്രങ്ങൾ ജപിച്ചാല് നമ്മളിൽ നിന്ന് ശക്തി പോകും. കാര്യം ഇത് ഏത് മന്ത്രം ശരിയായാലും തെറ്റായാലും എല്ലാം ഫ്രീക്വൻസി കണക്റ്റായി നമ്മളിൽ നിന്ന് എനർജി പോകുമെന്നാണ് ഈ മതം, ഈ മാന്ത്രികം ഫോളോ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളുടെ വിശ്വാസം. അപ്പോൾ ഇതിലൊന്നിനും വിശ്വാസമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ബാധകമല്ല. ഇതൊക്കെ വിശ്വസിച്ചിട്ട് ഏതെങ്കിലും ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫടന്ത മന്ത്രങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ജപിച്ച് പുരസ്കരണമൊക്കെ ചെയ്ത് സിദ്ധി വരുത്താൻ ശ്രമിക്കാൻ പാടുള്ളൂ. അതിന് പ്രത്യേകം ഗുരുപദേശങ്ങളൊക്കെ ആവശ്യമുണ്ട്, അല്ലാതെ ജപിക്കരുത്. ഇനി ഏതെങ്കിലും പൂജയുടെ ഹോമത്തിന്റെ ഒക്കെ ഇടയ്ക്ക് വരുന്ന ഇങ്ങനെ കുംഫട്ട്, ഹും നമ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പൊ നോക്കിക്കോ, നിവേദ്യം ഒക്കെ വെക്കുന്ന സമയത്ത് അത് കൊടുക്കുന്ന കൊണ്ടാണ് ഫസ്റ്റ് തന്നെ ആ ഫട്ട് മന്ത്രം ഉച്ചരിക്കുന്നത്.
അതിന് ആ ഒരു ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ സാധാരണ പൂജകളിലും ഈ ഫട്ടന്ത മന്ത്രങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. മാന്ത്രികത്തില് ഫട്ടന്തം വരുന്നത് കൂടുതൽ തൊടുക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ അതിന് ശരമൊക്കെ കൃത്യമായിട്ടൊക്കെ ആക്കിയിട്ടൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേക രീതിയിലുള്ള പ്രാക്ടീസുകൾ ആവശ്യമാണ്. നിങ്ങൾക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.